ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് നിങ്ങളൊരു പൊതുശല്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട്. കാരണം അമേരിക്കയ്ക്ക് ഇത്രയധികം തലവേദന തരുന്ന ഒരു രാജ്യം വേറെ ഇല്ല എന്ന് ഇസ്രായേലിനോട് ട്രംപ് വരട്ടിയിരിക്കുകയാണ്. എന്തിന്റെ കാര്യത്തിലാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ ഈ അറബ് നാറ്റോ ഒക്കെ വരുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണോ എന്നറിയില്ല. ആ കൂട്ടത്തിൽ ട്രംപ് പറയുന്ന ഒരു കാര്യം, ഖത്തറിനെ ആക്രമിക്കാൻ ആര് പറഞ്ഞു, ഖത്തറിനെ ആക്രമിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു നാടകമാണോ എന്നറിയില്ല. കാരണം ഈ അറബ് നാറ്റോ രൂപീകരിക്കുമ്പോൾ പൊതുവായിട്ട് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള വിശ്വാസം ഈ മിഡിൽ ഈസ്റ്റിന് നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് അറബ് നാറ്റോ രൂപീകരിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെയാണ് ബേസിക്കലി വാർത്തകൾ പുറത്തു വരുന്നത്. ഇതൊന്നാമത്തെ കാര്യം. അപ്പോ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് ട്രംപ് തെറി പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തെറി പറയുന്നതിന് മുമ്പേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ആദ്യം റഷ്യയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ തലവേദന തന്ന രാജ്യം, അതിപ്പോ നിങ്ങളായി മാറിയിരിക്കുകയാണ്. റഷ്യയെ ഞാൻ കൈവിട്ടു, ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം ആ യുദ്ധം നിർത്താനായിട്ട് ഈ പുടിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കൈവിട്ടിരിക്കണം, എങ്ങനെയോ പൊക്കോട്ടെ എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യം, യുക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ ഇവരിറക്കി കൊടുക്കുകയാണ് അമേരിക്ക. ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ, കൂടുതൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള പാട്രിയറ്റുകൾ അടക്കമുള്ള ആയുധങ്ങൾ അമേരിക്ക ഇറക്കി കൊടുക്കുന്നു. അതായത് യുദ്ധമെങ്കിൽ യുദ്ധം നടക്കട്ടെ എന്നാണ് അമേരിക്കയുടെ നിലപാട്. അതിന്റെ കൂട്ടത്തിൽ നാറ്റോ പേടിച്ചു വരണ്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളത് വാർത്ത ചെയ്തതാണ്. അതായത് പോളണ്ടിലേക്ക് ഡ്രോണുകൾ അയച്ചപ്പോൾ ആദ്യം പറഞ്ഞത് നാറ്റോ പറഞ്ഞത് ഞങ്ങളത് തടുത്തു എന്നാണ്. പക്ഷെ അങ്ങനെ തടുത്തിട്ടില്ല, ചെലവുള്ള കേസാണ്, നടക്കുന്ന കേസല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുതിയ ഗവേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ഈ പോളണ്ടിൽ ഡ്രോൺ ആക്രമണം നടത്തി റൊമേനിയൻ വ്യോമാതിർത്തി ലംഘിച്ച് അകത്തേക്ക് കയറി. അതിനുശേഷം ഇപ്പോൾ പുതിയൊരു നാറ്റോ രാജ്യത്തിലേക്ക് ഈ റഷ്യ ആക്രമണം നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നാറ്റോ കൂടുതൽ റഷ്യയുടെ മുമ്പിൽ സമ്മർദ്ദത്തിലാകുകയാണ്. ഡൊണാൾഡ് ട്രംപ് യുദ്ധമെങ്കിൽ യുദ്ധം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഏകദേശം യുദ്ധം 2026 ഉണ്ടാകും എന്നുള്ള പ്രവചനങ്ങൾ ബാബ വാങ്കെ നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മളിന്ന് കൊടുത്തതാണ്. ബിജേട്ടൻ തന്നെയാണ് കൊടുത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ബാബ വാങ്കയുടെ പ്രവചനമൊക്കെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? അപ്പൊ ബിജേട്ടൻ അത് പുള്ളി പ്രവചിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മ്യാൻമറിലെ സംഭവങ്ങളൊക്കെ അങ്ങനെയായിരുന്നു എന്ന് പറയുന്നു. പുള്ളിയുടെ പ്രവചനങ്ങളൊന്നും തെറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2026 ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നു. അതിന്റെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുമോ? നമ്മൾ മുമ്പ് തുടക്കം മുതലേ പറയുന്നുണ്ട്, ഇത് തീരണമെങ്കിൽ ഒരു അടി നടന്നേ പറ്റൂ. കാരണം ഇതിനകത്ത് വേറെ സൊല്യൂഷൻസ് ഇല്ല. സൊല്യൂഷൻസ് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് പറ്റുമായിരുന്നെങ്കിൽ എന്നേ യുദ്ധം അവസാനിച്ചേനെ. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇവിടെ ട്രംപിന് പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ ധനുഷ് സൂചിപ്പിച്ചപ്പോഴാണ്, അദ്ദേഹം ഒരുപാട് മനോവിഷമം അനുഭവിക്കുന്നുണ്ട്. അതിനകത്ത് പറ്റുന്നതല്ല, ഈ അദ്ദേഹം അധികാരത്തിൽ കയറിയപ്പോൾ ഈ പുടിനുമായി സംസാരിച്ച് യുക്രൈൻ വാർ നിർത്താൻ കഴിയും എന്ന് അദ്ദേഹം കരുതി. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. പുടിൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എക്കാലവും കൂടെ നിന്നിട്ടുള്ള ഒരു ആത്മാർത്ഥ സുഹൃത്ത് നന്നായുള്ള. അപ്പോൾ എനിക്കത് പറഞ്ഞ് തീർക്കാൻ പറ്റും എന്ന് ട്രംപ് കരുതി. പക്ഷെ അത് പിഴച്ചു. രണ്ടാമത് അദ്ദേഹം ശ്രീ നരേന്ദ്രമോദിയെ തന്റെ വരുതിക്ക് വരും എന്ന് കരുതി. അത് നടന്നില്ല. മൂന്നാമത് ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹത്തിനായിട്ട് ഉടക്കം നടക്കുന്നത് ആദ്യമല്ല. ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് പലവട്ടം ഉടക്കം നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച, തങ്ങള് മറ്റൊരാ രാജ്യത്തിന്റെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമല്ല എന്ന് അവർ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത്, ഞങ്ങളുടെ ശത്രുക്കൾ എവിടെയാണോ അത് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യമാണെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും, അവരെ കൊന്നൊടുക്കുക ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ട്രംപ് ഇതൊക്കെ പറയുമ്പോഴും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ആയുധ കരാർ ഒപ്പുവെച്ചു. ആയുധം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. കാരണം അവരുടെ കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ തീർന്നുപോയി. കാരണം ഈ ഗസ ഇപ്പോൾ വലിയ യുദ്ധമാണല്ലോ ഇപ്പൊ നടക്കുന്നത്. ഗസ വാർ ആണ് ഇപ്പൊ നടക്കുന്നത്. കരസേനയൊക്കെ കയറിക്കൊണ്ട് 4 വശവും ഇതായിട്ട് അവിടെ പിടിച്ചെടുക്കുക ആണ് ലക്ഷ്യം. അപ്പൊ അതിന് കൂടുതൽ ആയുധങ്ങളാണ് അതിപ്പോ അമേരിക്ക കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉക്രൈൻ പാട്രിയറ്റ് മിസൈൽ എന്നും പ്രതിരോധ സംവിധാനം അടക്കം നൽകി കഴിഞ്ഞിരിക്കുന്നു. 1ാം ഘട്ടം നൽകി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഘട്ടം നൽകാൻ പോകും. ഇതിനിടയിലാണ് റഷ്യ ഒരു പുതിയ ആക്രമണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ റഷ്യ യുദ്ധം നടത്തുന്നത് ഉക്രൈന്റെ പടിഞ്ഞാറൻ മേഖലയാണ്. പടിഞ്ഞാറൻ മേഖല എന്ന് പറഞ്ഞാൽ പോളണ്ടുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശമാണ്. നമുക്കറിയാം, ഒരു 19 ഡ്രോണുകൾ ഒരാഴ്ചക്ക് മുമ്പായിരുന്നു പോളണ്ടിലേക്ക് വിട്ടതും. അത് വലിയ കോലാഹലം ഉണ്ടാക്കി. അതിനുശേഷം ഒരു ഡ്രോൺ റുമേനിയയിലേക്ക് വിട്ടു. ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ റുമേനിയ നിലവിൽ റഷ്യയുമായിട്ട്
അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമല്ല, പകരം ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഉക്രൈനുമായി 650 കിലോമീറ്റർ ദൈർഘ്യം വരുന്നു. അപ്പോൾ ആദ്യം ഒരു ടെക്നിക്കൽ എററാണ് ഞങ്ങൾ ഈ പോളണ്ടിലേക്ക് ഡ്രോൺ വിട്ടത് എന്ന് അനുമാനിക്കാമെങ്കിലും ഈ റുമാനിയയിലേക്ക് ഏത് ടെക്നിക്കൽ എററിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രോൺ പോയത് എന്നുള്ള മറ്റൊരു ഒരു ചോദ്യമാണത്. കാരണം ഉക്രൈനുമായിട്ട് ചേർന്ന് കിടക്കുന്നു. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ഇതും കഴിഞ്ഞിട്ട് ഇന്നലെ എസ്റ്റോണിയയിലേക്ക് അവര് ഡ്രോൺ അല്ല 3 റഷ്യൻ MiG-31 വിമാനങ്ങൾ പറത്തി 12 മിനിറ്റോളം എസ്റ്റോണിയയുടെ വ്യോമാതിർത്തി ലംഘിച്ച് അകത്ത് കടന്ന് ഇത് പറന്നു എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ പിന്നീട് നാറ്റോ സഖ്യം ഇവരെ തുരത്തി ഓടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. റഷ്യ പറയുന്നത് തുരത്തി കടന്നിട്ടില്ല, പകരം നിഷ്പക്ഷമായ ഒരു ജലപാതയുടെ മുകളിലാണ്. അതായത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുമായിട്ടെല്ലാം ഈ അതിർത്തി തർക്കമുണ്ട്. അപ്പോൾ ഈ അതിർത്തിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. റഷ്യ അംഗീകരിക്കുന്നില്ല ഇവർ ഈ പറയുന്ന അതിർത്തിയൊന്നും. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളടത്തോളം അവർ വിമാനം പറത്തിട്ട് പറയും ഇത് അതിർത്തിയൊന്നുമല്ല, ഇത് നമ്മൾ നിഷ്പക്ഷമായിട്ട് നമ്മൾ അന്ന് റിയാക്കി പറഞ്ഞു വെച്ച സാധനമാണെന്ന് പറയാം. ഇതാണ് ഇത് മെത്തേഡ്. അപ്പൊ ഏതായാലും നിലവില് റൊമേനിയ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്, നാറ്റോ അല്ല. പകരം പോളണ്ടും എസ്റ്റോണിയയും നാറ്റോ രാജ്യങ്ങൾ. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന 6 നാറ്റോ രാജ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം. നോർവേ ഉണ്ട്, ലാത്വിയ ഉണ്ട്, ലിത്വാനിയ ഉണ്ട്, പോളണ്ട് ഉണ്ട്, എസ്റ്റോണിയ ഉണ്ട്, ഫിൻലാൻഡ് ഉണ്ട്. ഫിൻലാൻഡാണ് അവർക്ക് 2023 അവസാനമായി നാറ്റോയിൽ ചേർന്ന അംഗരാജ്യമാണ്. അപ്പം 6 രാജ്യങ്ങൾ അങ്ങനെയുണ്ട്. അപ്പം ഇത് കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പണ്ടും ഇവിടുത്തെ ചർച്ചകളിൽ നമ്മൾ സ്ഥിരം പറയാറുള്ള കാര്യമുണ്ട്. ഈ റഷ്യ ആക്രമിക്കുന്നത് ഇപ്പം അമേരിക്കയോ ഇല്ലെങ്കിലും ജർമ്മനിയോ ഒന്നും ആയിരിക്കില്ല നേരിട്ട്. ഈ റഷ്യക്ക് വളരെ എളുപ്പം അവരുടെ ചുറ്റും കിടക്കുന്ന ചെറിയ രാജ്യങ്ങളുണ്ട് നാറ്റോയുടെ, അവരെയൊക്കെ ഒന്ന് തോണ്ടിവിടും. എന്നിട്ട് ഇവരെ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കാൻ എളുപ്പമാണ്. കാരണം ഈ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 അനുസരിച്ചിട്ട് അവരുടെ അംഗരാജ്യങ്ങൾക്കെതിരെ ഒരു ആക്രമണ നീക്കം ഉണ്ടായാലോ അത് മറ്റ് 32 രാജ്യങ്ങൾ, നാറ്റോ സഖ്യത്തിൽ വരുന്ന 32 രാജ്യങ്ങളും അത് ഏറ്റെടുക്കും, യുദ്ധമുഖത്തേക്ക് വരും. അപ്പോ അതിന് ഉള്ള പ്രകോപനമാണ് സൃഷ്ടിക്കുന്നത്. പ്രകോപനം സൃഷ്ടിക്കുന്ന ഈ പുടിനെ സംബന്ധിച്ച് UK-യിലേക്കോ ജർമ്മനിയിലേക്കോ മിസൈൽ വിടേണ്ട കാര്യമില്ല, തൊട്ടടുത്ത് കിടക്കുന്നതിന് ചൂണ്ടിയാൽ മതി. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പോളണ്ടിന് പിന്നെ ഡ്രോൺ പറത്തുക, റുമേനിയ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണെങ്കിൽ പോലും അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യം തന്നെയാണ്. മറ്റൊന്ന് ഇപ്പോൾ എസ്റ്റോണിയയിൽ, കാരണം പക്കാ നാറ്റോ രാജ്യമാണ്, അങ്ങോട്ടേക്കാണ് വിമാനം MiG-31 എന്ന് പറയുന്നത് യാത്രാ വിമാനവുമല്ല. ഈ രീതിയിലേക്ക് അങ്ങോട്ട് പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ഇവിടെ പാശ്ചാത്യങ്ങൾ എടുത്തു പറയുന്ന ഒരു കാര്യം, സപ്പാട്ട് 225 അവസാനിച്ച് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് റഷ്യയുടെ ഈ നീക്കം നടക്കുന്നത്. അതായത് ഇതിന് സമാനമായി 2021 അവസാനം സപ്പാട്ട് 225 നടന്നിരുന്നു. അതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് റഷ്യ ഉക്രൈനെതിരെ യുദ്ധം തുടങ്ങിയത്. അപ്പൊ ഈ സംയുക്ത സൈനിക അഭ്യാസം നടന്നാൽ ഇപ്പോഴത്തെ ആ സംയുക്ത സൈനിക അഭ്യാസത്തിൽ ഈ ആണവ മിസൈൽ പരീക്ഷണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇത് നടന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു സൂചനയാണ്. അത് നടന്നു കഴിഞ്ഞാൽ അടുത്ത അധികം വൈകാതെ തന്നെ എവിടെങ്കിലും ഒരു വലിയ ആക്രമണം നടക്കും. അത് മാത്രവുമല്ല, മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഏതാണ്ട് വലിയൊരു സൈനിക വ്യൂഹത്തെ തന്നെ റഷ്യ പോളണ്ടിന്റെ അതിർത്തി വിന്യസിച്ചിട്ടുണ്ട് എന്ന്. കാരണം റഷ്യ കൂടുതൽ ആ സമയങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിച്ചത് ഉക്രൈന് നേർക്ക് ആയിരുന്നില്ല, പകരം പോളണ്ട് അടക്കമുള്ള നാറ്റോ ബോർഡറിലേക്കായിരുന്നു റഷ്യ ഏറ്റവും കൂടുതൽ സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരുന്നതും ഇപ്പോൾ നടത്തുന്നതും. കാരണം അവരുടെ ഏറ്റവും മാരകശേഷിയുള്ള ആയുധങ്ങളും അവരുടെ റിയൽ സൈന്യത്തെ തന്നെ, ഇപ്പൊ ഈ ഉക്രൈനിലൊക്കെ പോരാടുന്നത് കൂലിപ്പട്ടാളക്കാർ ഉൾപ്പെടെയുള്ളവരാണ് പോരാടുന്നത്. അവരുടെ ഒരു യഥാർത്ഥ സൈന്യത്തെ പോലും അവർ അങ്ങോട്ട് ഇറക്കിയിട്ടില്ല. ഉക്രൈൻ യഥാർത്ഥ ആയുധങ്ങളുടെ ഒരു പങ്ക് പോലും അവർ അങ്ങോട്ട് വിട്ടിട്ടില്ല. പകരം അവര് നാറ്റോയുടെ, കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഉക്രൈനിൽ നിന്നുള്ള അടിയല്ല, കാരണം നാറ്റോയിൽ നിന്നുള്ള അടി. കാരണം ഉക്രൈൻ നാറ്റോയിൽ അംഗമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉക്രൈന്റെ ബോർഡറിലൊന്നും നാറ്റോ സഖ്യരാജ്യങ്ങളുടെ വ്യോമത്താവളമോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് പോളണ്ടിലായാലും എസ്റ്റോണിയയിലായാലും ഈ ലാത്വിയയിലോ ലിത്വാനിയയിലോ ആയാലും ഒക്കെ തന്നെ, നോർവേയിലായാലും ഒക്കെ തന്നെ ഈ നാറ്റോ സഖ്യത്തിന് നേരത്തെ തന്നെ താവളമുള്ളതാണ്. അപ്പൊ അവിടെയാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഉക്രൈനിൽ ഇപ്പൊ തൽക്കാലം ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യമില്ല, പിന്നീട് അവർ കൊണ്ട് സ്ഥാപിച്ചാലല്ലേ ഉള്ളൂ. അതൊക്കെ തന്നെ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ആ ഒരു രീതിയിലേക്ക് മുൻപോട്ട് പോകുന്നത്. അത് ട്രംപ് പിടിക്കുന്നിടത്തേക്ക് കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. ഇതിനിടയിൽ ചില മാധ്യമങ്ങൾ, അത് സ്പുട്നിക് അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നു 2 ആഴ്ചക്കുള്ളിൽ ട്രംപും പുടിനും തമ്മിൽ വീണ്ടും കൂടിക്കാഴ്ച നടക്കും എന്ന് പറയുന്നു. ഏതായാലും അതിന് ട്രംപിന് വലിയ ശുഭാപ്തി വിശ്വാസമൊന്നുമില്ല. ധനുഷ് പറഞ്ഞതുപോലെ എന്താന്ന് വെച്ചാൽ നടക്കട്ടെ, അല്ലാതെ എനിക്കിനിയിപ്പോൾ വലിയ പ്രതീക്ഷകളും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പുള്ളി പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും അതൊരു ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ നേരത്തെ ഇവിടുന്ന് ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ നാറ്റോ സഖ്യത്തെ കൂടെ വലിച്ച്, അതായത് യൂറോപ്യൻ യൂണിയൻ നാറ്റോ സഖ്യത്തെയും കൂടെ വലിച്ച് യുദ്ധത്തിൽ ഇടുക എന്നുള്ളത് പുടിന്റെ ഒരു തന്ത്രമാണ്. കാരണം എല്ലാവരും ഒരു പ്രതിസന്ധി പെട്ട് കിടന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻസ് വളരെ എളുപ്പമുണ്ടാകും.
അപ്പോൾ ഈ ഉപരോധവും മറ്റുള്ള ഗിണ്ടാമിണ്ടികളും ഒന്നും കാണില്ല. കാരണം അത് വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം ഒരു കൂട്ടർ സുഖിച്ചിരിക്കുന്നുണ്ടല്ലോ. നമുക്കിപ്പം നമ്മൾ ചില്ലുമേടയിൽ ഇരിക്കുകയാണെങ്കിൽ താഴെ കൂടെ പോകുന്നവനെ കല്ലെറിയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളും താഴെയാണ് നിൽക്കുന്നതെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അറിയാൻ. എന്ന് പറഞ്ഞ കണക്ക് നീ താഴെ ഇറങ്ങി വരൂ, നമുക്ക് ഒരുമിച്ച് ഒരു കടത്തിൽ കിടന്ന് കളിക്കാം എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വാങ്കയുടെ കാര്യം പറയുമ്പോൾ ഈ വാങ്കയെ ഒരുപാട് പേര് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, വാങ്കയുടെ പ്രവചനം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഓൺലൈൻ നോക്കുമ്പോൾ അവര് ആഴ്ചഫലം വാങ്കയെ പറഞ്ഞു. വൃശ്ചികക്കൂറ് കുംഭക്കൂറൊക്കെ വാങ്കയെ പ്രവചിച്ചത് ഇങ്ങനെയാണെന്നും പറഞ്ഞു. അപ്പൊ വാങ്കയെ എത്രത്തോളം വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്നുള്ളതാണ് നമ്മൾ രസകരമായ കാര്യം. വാങ്കയൊക്കെ തുലാക്കൂറൊക്കെ വാങ്കയ്ക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വലിയ രീതിയിൽ തന്നെ നാഷണൽ ഇന്റർനാഷണൽ മീഡിയാസ് എടുത്തിട്ടുള്ള പ്രവചനമാണ്. ഇതിലത് അവർ പറയുന്നത് 2026 കൂടി ലോകത്തിന്റെ ക്രമം മാറുകയാണ്, ഒരു വലിയ യുദ്ധമുണ്ടാകും. അതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ കിഴക്ക് നിന്ന് ആരംഭിക്കുന്ന യുദ്ധം, കിഴക്കെന്ന് പറയുമ്പോൾ ഏഷ്യയാണ്, അതിൽ റഷ്യ ഏഷ്യയുടെ ഭാഗമാണ് 90%, 10% മാത്രമേ യൂറോപ്പുമായിട്ട് ബന്ധമുള്ളൂ. അപ്പം കിഴക്ക് നിന്ന് ആരംഭിക്കുന്ന ഒരു യുദ്ധം, ആ യുദ്ധം പടിഞ്ഞാറിനെ പൂർണ്ണമായി നശിപ്പിക്കും. ഒപ്പം തന്നെ കിഴക്ക് നിന്നൊരു യുദ്ധപ്രഭു രാജാവ് ഉയർന്നു വരും. അതിനെ പുട്ടിനായിട്ടാണ് ചില മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത്. പുട്ടിൻ അങ്ങനെ ഉയർന്നു വരും എന്നൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനകത്ത് അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ പ്രവചനത്തിന് അവർ പറയുന്നത്. ഇത് പ്രവചനമാണ്, പ്രേക്ഷകർ ആ രീതിയിലേ ഇതിനെ കാണാവുള്ളൂ. അപ്പം ഈ ആ പ്രവചനത്തിൽ 2024 മ്യാൻമാറിലെ ഭൂകമ്പമൊക്കെ വളരെ നേരത്തെ തന്നെ വാങ്ക പ്രവചിച്ചിരുന്നതാണ്. നമ്മളതൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ല. പക്ഷെ അതിൽ ഒരുപാട് സാധ്യതകളുണ്ട് ആ ഒരു പ്രവചനത്തിന്. കാരണം ഇപ്പൊ നിലവിൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടം എന്നുള്ളത് മാറി, ഇപ്പൊ യുദ്ധമായി മാറി. ഏതാണ്ട് 6 രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. തുർക്കിയുമായി ഏത് നിമിഷവും ഇസ്രായേൽ അടിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം സംബന്ധിച്ച് അവരുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന രാജ്യത്തെ അവർ ആക്രമിച്ചിരിക്കും. നമുക്കറിയാം, ട്രംപിന്റെ വലങ്കൈയായിട്ട് നിന്നിട്ടുള്ള രാജ്യമാണ് ഈ പറയുന്ന ഖത്തർ. വിമാനം വരെ ഗിഫ്റ്റ് കൊടുത്ത രാജ്യം വിമാനമാണ്. സ്വർണത്തിന്റെ വാതിലുകളും കസേരയൊക്കെ ഉള്ള വിമാനമാണ് കൊടുത്തിരിക്കുന്നത്, സീറ്റൊക്കെ ഉള്ള വിമാനമാണ്. പക്ഷെ അവിടെ പോലും അടിച്ചു. അത് ട്രംപ് പറയുന്നത് എനിക്കറിയില്ല, പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസകരമാണ്. എന്നാലും ആ ഒരു അമേരിക്കയോടുള്ള വിശ്വാസം മിഡിൽ ഈസ്റ്റിൽ പോവുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ കയറി കളിച്ചുകൊണ്ട്, അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പാകിസ്ഥാനെ പിന്നിൽ നിർത്തിക്കൊണ്ട് ട്രംപ് കളിക്കുന്ന കളിയാകാം ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകുകയാണ് സൗദിയുടെ ആണവ ആയുധ മോഹങ്ങളും അതിൽ പാകിസ്ഥാന്റെ പങ്കുമൊക്കെ. ഇപ്പോൾ വിദേശത്തുള്ള അല്ലെങ്കിൽ അമേരിക്കയിലേക്കുള്ള പഴയ നയതന്ത്ര വിദഗ്ധരൊക്കെ ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് സംഭവം സത്യമാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോ ഇന്ന് ഖാജയുടെ, അതായത് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ട്. അദ്ദേഹം പറയുന്നത് നാറ്റോ ആർട്ടിക്കിൾ 5 തുല്യമായിട്ടാണ് ഞങ്ങൾ സൗദിയുമായിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ രാജ്യങ്ങൾക്ക് നേരെ ആരെങ്കിലും ഒരു വെല്ലുവിളി നടത്തുകയോ ആക്രമണം നടത്തുകയോ ഞങ്ങൾ സംയുക്തമായി അവരെ ആക്രമിക്കും, അത് ഏത് രാജ്യമാണെങ്കിലും എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് കൂടുതൽ അറബ് രാജ്യങ്ങൾ വരും എന്ന് പറയുന്നു. അത് ഒരു പക്ഷേ സംഭവിക്കാതിരിക്കാം, നമുക്കറിയില്ല. ഓരോ അനുനിമിഷവും മാറുന്നതാണല്ലോ. നയതന്ത്രം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടൊന്നും ഒരു സംവിധാനം ഇല്ല. ഈ രാഷ്ട്രീയത്തിലായാലും രാഷ്ട്രങ്ങൾ തമ്മിലായാലും സ്ഥിരമായ ഒരു ശത്രുതയോ സ്ഥിരമായ ഒരു മിത്രമോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാറാം. സൗദിയെ സംബന്ധിച്ച് ഒരു കാലത്ത് ഒപ്പം നിന്ന നിലപാട് അവരെടുത്തിട്ടില്ല. കാരണം അവരെന്നും ആ ഒരു മുസ്ലിം രാഷ്ട്രം എന്ന നിലയിൽ അവരുടെ ഒരു ചായ്വ് കാണിച്ചിട്ടുമുണ്ട്. ഇനി അങ്ങനെ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ വാങ്കയുടെ പ്രവചനവുമായി ബന്ധപ്പെടുത്തി പറയുന്നത്, ഇസ്രായേൽ ഇപ്പം ആ ഹമാസിന്റെ വിട്ടിട്ട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് അവരുടെ ആക്രമണം വ്യാപിച്ചിരിക്കുന്നു. തായ്വാൻ പിടിച്ചെടുക്കാൻ ചൈന വലിയ നീക്കങ്ങൾ തന്നെ തുടങ്ങിയിട്ട് നാളുകളേറെയായി. റഷ്യ ഉക്രൈൻ യുദ്ധം എങ്ങും അവസാനിക്കാത്ത ഒരു സാഹചര്യം. ഇതിനിടയിൽ പലയിടത്തും ഏറ്റുമുട്ടാൻ തയ്യാറായിട്ട് അനവധി രാജ്യങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും പോലും അതിൽ ഉണ്ടാകാം. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വാങ്കയുടെ പ്രവചനത്തിന് ഇപ്പം പ്രസക്തിയാണ്. അദ്ദേഹം കുറെ അധികം പ്രവചനം നടത്തിയിട്ടുണ്ട്. അവര് അന്ധയായ ഒരു ബൾഗേറിയൻ ഇതാണ് അവർ. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന പ്രകൃതി ദുരന്തം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളൊക്കെ പക്കയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ട്. പ്രവചനം നമ്മൾ ഇതിനകത്ത് പറയുന്ന അന്ധവിശ്വാസം പ്രോത്സാഹിക്കുന്ന ഒരു ഭാഗമല്ല. ഇതുമായി ചേർന്ന് വരുന്നത് കൊണ്ടും ഈ വാങ്കെ എന്ന് പറയുന്നത് ലോകപ്രശസ്തമായ ഒരു ഇതായതുകൊണ്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. ഏതായാലും ഇത് ഒരു അടിയിലെ തീരൂ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് ചെറുതായിരിക്കും, വലിയ രീതിയിൽ പോകരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പോകാനും പാടില്ല പോയി കഴിഞ്ഞാൽ. പക്ഷെ ഇവരെല്ലാം കൂടെ വലിച്ചഴച്ചു വന്നാൽ മാത്രമേ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നിലവിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് സൊല്യൂഷൻ ഇല്ല. ട്രംപ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. ട്രംപ് പറയുന്നത് പുട്ടിൻ അയയുമ്പോൾ ഈ സെലൻസ്കി മുറുകുന്നു, അതായത് തൊമ്മൻ അയയുമ്പോൾ ചാണ്ടി മുറുകുന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ലിൽ ഈക്വലാണ്. അപ്പൊ ഇതിനകത്തൊരു വിട്ടുവീഴ്ച മനോഭാവം രണ്ടു കൂട്ടർക്കുമില്ല. വിട്ടുവീഴ്ച വരണമെങ്കിൽ എന്ത് വരണം? ഉക്രൈന്റെ സ്ഥലങ്ങൾ റഷ്യ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റഷ്യക്ക് കൊടുക്കണം. പിന്നെ യൂറോപ്യൻ യൂണിയന്റെ ഒരാളെ പോലും ആ പരിസരത്ത് അടുപ്പിക്കത്തില്ല. ഇതാണ് റഷ്യ മുമ്പോട്ട് വെക്കുന്നത്. സെലൻസ്കി എന്താണ് പറയുന്നത്? നാറ്റോയുടെ അംഗരാജ്യമാക്കണം, ഒപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സംരക്ഷണം വേണം,
പിന്നെ റഷ്യ 7 അയലത്ത് അടുപ്പിക്കരുത്, അതായത് പിടിച്ചെടുത്ത ഭാഗങ്ങൾ പോലും റഷ്യയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വേണം. ഇത് രണ്ടു കൂട്ടരും അതിൽ അയവ് വരാൻ സാധ്യതയുമില്ല. അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ട്രംപിന് വരേണ്ടി വരില്ലായിരിക്കും ഒരുപക്ഷെ റഷ്യയിലേക്കെന്ന് എനിക്ക് തോന്നുന്നു. റഷ്യയിലേക്കല്ല അദ്ദേഹം വരുന്നത്, പുടിനുമായി ചർച്ച നടത്തേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ട്രംപ് ഓടി നടന്ന ചില ബന്ധങ്ങൾ, ഒരു ഭാഗത്ത് ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു, മറുഭാഗത്ത് അത് കലക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ ഈ പുതിയ വിസ സമ്പ്രദായങ്ങളൊക്കെ ഇത്ര ലക്ഷം രൂപ വേണം എന്നൊക്കെ പറയും, 88 ലക്ഷം രൂപ അങ്ങോട്ടൊക്കെ വേണം H1B വിസകൾക്കൊക്കെ ഇപ്പൊ പുതിയൊരു സ്കീം. അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് അറിയില്ല. പുള്ളി അതിന് പറഞ്ഞിരിക്കുന്ന കാരണം നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ട്. ഇനി പിന്നെ എങ്ങനെയാണ് എന്നുള്ള അറിയില്ല. ഇദ്ദേഹത്തിന്റെ അതായത് ഒരു ഭാഗത്ത് ഇന്ത്യയുമായി വ്യാപാര ചർച്ച നടത്തുന്നു, മറുഭാഗത്ത് ഇതാണ്. പക്ഷെ ഇത് ഇന്ത്യയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ വിസയുടെ കാര്യം, അത് ഇന്ത്യ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ളത്. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ചൈന നേരത്തെ തന്നെ കെ വിസ എന്ന് പറഞ്ഞിട്ട്, കെ വിസ എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ അല്ല കേട്ടോ, കെ വിസ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന അവരുടെ പൗരന്മാർക്ക് അവിടെ ജോലി കൊടുക്കാനായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും പറഞ്ഞിരുന്നു. ഏകദേശം നല്ല ജോലിയും ശമ്പളവും കിട്ടുന്ന ജോലികൾ ഇന്ന് ഇന്ത്യയിൽ സ്കോപ്പ് ഉണ്ട് എന്നും പറഞ്ഞിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമുക്ക് വരുന്നത് പോലെ കഴിയും. ഇത് എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ കഴിയുക എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. ഇപ്പൊ അമേരിക്കയിലുള്ള ടിക്ടോക്കിന്റെ ഉടമസ്ഥാവകാശം അമേരിക്ക ഏറ്റെടുക്കാൻ പോകുന്നു ട്രംപ് പറയുന്നു. ഇന്ത്യയില് ഗുർഗോണില് ടിക്ടോക്ക് വരുന്നു, അത് ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അവിടെ മത്സരം മുറുകുന്നു. ഗൂഗിള് ഗുർഗോണിന്റെ അവരുടെ കമ്പനി ഇതിന്റെ സമുച്ചയത്തിന്റെ പണി അവസാനം തീരാറായിരിക്കുന്നു. വലിയ സമുച്ചയമാണ്, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ അതിന്റെ ഫോട്ടോ കിട്ടും. അപ്പൊ അങ്ങനെ പോകുന്നു. അങ്ങനെ ലോകക്രമം മാറി മറിയുകയാണ് അനുനിമിഷം. ഇപ്പൊ രാവിലെ കിട്ടുന്ന വാർത്തയല്ല വൈകിട്ട് കിട്ടുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം.